പാലക്കാട് ബി.ജെ.പി വളരെ പ്രതീക്ഷയോടെ കൂടിയിരുന്നൊരു മണ്ഡലമാണ്. എന്ത് സംഭവിച്ചു? സന്ദീപ് വാര്യർ ഒരു ഘടകമായിരുന്നു. സന്ദീപ് വാര്യർ ഒരിക്കലും പാലക്കാട് വിജയപരാജയങ്ങൾക്കൊരു ഘടകമായിരുന്നില്ല. അദ്ദേഹത്തിന് വലിയൊരു തെറ്റ് പറ്റിയിരിക്കുന്നു. ആ ചെറുപ്പക്കാരന് രാഷ്ട്രീയത്തിൽ വലിയൊരു പിഴവ് പറ്റിയിരിക്കുന്നു. അദ്ദേഹം തഴഞ്ഞപ്പെട്ടിരിക്കാം. പടലപ്പിണക്കങ്ങൾ പാർട്ടിക്കുള്ളിൽ സംഭവിച്ചിരിക്കാം. ക്ഷമയോടെ നിൽക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് 2026 മുമ്പ് ഒരു സ്ഥാനമാനങ്ങൾക്ക് വേണമെങ്കിൽ ഡൽഹിയിൽ പോയി ആൾക്കാരെ കാണാമായിരുന്നു. ഈ പാർട്ടിക്കുള്ളിൽ കേരള ഘടകത്തിലും അദ്ദേഹത്തിന് പിന്തുണയുണ്ടായിരുന്നു. ഒരു നേതാവ് എന്തെങ്കിലും അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും അതിന് കൊടുക്കുന്നില്ല എങ്കിൽ ഡൽഹിയിൽ പോയി മേലെ പോയി പറയണതേ, എനിക്ക് കിട്ടിയില്ലെങ്കിൽ 2026 സ്ഥാനമാനം ഇല്ലെങ്കിൽ ഞാൻ പോകാണെന്നൊക്കെ പറഞ്ഞു പോകായിരുന്നു. അതെല്ലാ പാർട്ടികളിലും സംഭവിക്കുന്നതാ. എത്ര വലിയ പാർട്ടിയാണെങ്കിലും നിങ്ങളൊരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ്. അതായിരുന്നു അദ്ദേഹം ചെയ്യേണ്ടത്. പക്ഷെ സന്ദീപ് വാര്യര് ഗുണമേ ചെയ്തിട്ടുള്ളൂ. കാരണം അദ്ദേഹം നേരെ പോയി സാദിഖ് അലി തങ്ങളുടെ ഈ പാദങ്ങളിൽ നമസ്കരിച്ച് അദ്ദേഹം വീഴുകയാണ് ചെയ്തത്. അത് ബി.ജെ.പിക്ക് ഗുണമായിരുന്നു ചെയ്യേണ്ടതായിരുന്നേ. എന്നാൽ ഒരു എണ്ണയിട്ട മെഷീൻ പോലെ പ്രവർത്തിക്കേണ്ട ബി.ജെ.പിയുടെ സംഘടനാ നേതൃത്വത്തിന് എന്ത് സംഭവിച്ചു? ഒരാളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കെ സുരേന്ദ്രനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊരു ടീം വർക്കായിരുന്നു. കുറേ അധികം ആൾക്കാർ ഇതിൽ ഇൻവോൾവഡ് ആയിരുന്നു. അവരെല്ലാവരും തുല്യമായിട്ട് പാലക്കാട് ഗ്രൗണ്ട് വർക്കിൽ പിഴവ് പറ്റിയിരിക്കുന്നു. ഇത്രയും നല്ലൊരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഇത് ചില ഘടകങ്ങളിൽ തള്ളിക്കളയുന്നില്ല. രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരൻ വളരെ നല്ല ഇമേജ് ഉള്ളൊരു ചെറുപ്പക്കാരനാണ്. കോൺഗ്രസ് പാർട്ടിയിലായി പോയിന്നേ ഉള്ളൂ. പക്ഷേ ഇമേജ് ഉള്ളൊരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പിറകിൽ നിൽക്കുന്നതിനായിട്ട് ഷാഫി പറമ്പിൽ എന്ന് മതേതരത്വം പറയുന്ന ഒരു വ്യക്തി. ഇത് വലിയ ഘടകങ്ങളാണ്. പക്ഷെ അല്ലെങ്കിൽ കൃഷ്ണകുമാർ സുഖമായിട്ട് ജയിക്കേണ്ട ഒരു മണ്ഡലമായിരുന്നു പാലക്കാട്. അപ്പം ഒരു ഘടകമാണ്. സന്ദീപ് വാര്യർ ഇതിന് ഗുണം ചെയ്തു. ഷാഫി പറമ്പിൽ എന്ന രാഹുൽ മാങ്കൂട്ടം എന്ന രണ്ട് വ്യക്തികളുടെ വ്യക്തിപ്രഭാവം അവിടെ വ്യക്തമായി കളിച്ചു. ഇനി ഷാഫി പറമ്പിലേക്ക് വരാം. അദ്ദേഹം പാലക്കാട് വടകര പോയി മുരളീധരനെ തോൽപ്പിച്ചു അദ്ദേഹം. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് അദ്ദേഹം ബിൽഡ് ചെയ്ത്. അദ്ദേഹത്തിന് മോഹങ്ങളുണ്ട്. അദ്ദേഹം ആ മോഹങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടൊന്നും തെക്കൊരു ഇൻഫ്ലുവൻസിന് വേണ്ടിയും ഉമ്മൻചാണ്ടിയുടെ സ്റ്റൈലൊക്കെ കളിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇത് ബി.ജെ.പി പണ്ടേ ചെയ്യേണ്ട കാര്യമായിരുന്നു. ഞാൻ വ്യക്തമായിട്ട് ബി.ജെ.പി നേതാക്കളോട് പറയുന്നു, പാലക്കാട് SDPI PFI പോലെയുള്ള വോട്ടുകളെക്കാളും കൂടുതലായിട്ട് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വിളിച്ചു കൊടുത്തത് അവിടെയുള്ള ബ്രാഹ്മണ വോട്ടുകളും അതുമായിട്ട് ബന്ധപ്പെട്ട രഥോത്സവം നടത്തുന്നവരുടെ വോട്ടുകളാണ്. ബി.ജെ.പി നേതൃത്വത്തിന് രഥോത്സവത്തിന് ഡൽഹിയിൽ നിന്നും കേന്ദ്രമന്ത്രിമാരെ കൊണ്ടുവന്ന് മുമ്പിൽ നിർത്തേണ്ടതായിരുന്നു. അത് ഷാഫി പറമ്പിൽ നടത്തുന്നതിനേക്കാളും ഭംഗിയായിട്ട് ബി.ജെ.പിയുടെ തലമുതിർന്ന നേതാക്കന്മാരെ നിർത്തി നടത്തിക്കാനുള്ള കഴിവ് ബി.ജെ.പിക്ക് പാലക്കാടുണ്ടായിരുന്നു. ഒരാളും ചോദിക്കില്ലായിരുന്നു. ഷാഫി പറമ്പിൽ നടത്താൻ മുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ബി.ജെ.പി കേന്ദ്ര നേതാക്കളെ കൊണ്ടൊന്ന് ചെയ്തുകൂടാ? ഒരു തലയെടുപ്പുള്ള മോദിജി വരാണെങ്കിൽ മോദി, അതല്ലെങ്കിൽ അമിത്ഷാ, അതല്ലെങ്കിൽ അതിന് താഴെ രാജ്നാഥ് സിംഗോ ഏതെങ്കിലും ഒരു വ്യക്തി ആ രഥത്തിന്റെ മുമ്പിലിരുന്ന് നടത്തേണ്ടത് ഈ കേരള നേതൃത്വം പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ വരാണെങ്കിൽ കേരളത്തിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അത് മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തത് ബി.ജെ.പി നേതൃത്വമാണ്. അടുത്ത തവണയെങ്കിലും ദയവ് ചെയ്ത് ഒരു കേന്ദ്ര നേതാവിനെ രഥോത്സവത്തിന്റെ മുമ്പിൽ നിർത്തണം. എന്നിട്ട് രഥോത്സവം പാലക്കാട് നടത്തണം. ഇതൊക്കെ സാധാരണ ജനങ്ങൾ വൈകാരികമാണ്. അവർക്ക് എന്നും ആൾക്കാർ നേതൃത്വം കൊടുക്കാനുള്ള വ്യക്തികൾ അവരുടെ കൂടെ ഉണ്ടെങ്കിലേ അവർ കൂടെ പാർട്ടി ആയാലും ബിസിനസ് ആയാലും എന്തായാലും അവർ കൂടെ നിൽക്കുള്ളൂ. അതല്ലാണ്ട് അണികൾ ആ ഇലക്ഷൻ്റെ 3 മാസം മുമ്പ് ചെന്ന് കണ്ടിട്ട് കാര്യമില്ല. ഈ രഥോത്സവം പോലെയുള്ള പ്രവൃത്തികൾ പാലക്കാടൊക്കെ ഓപ്പൺ മണ്ണാണ്. ഓപ്പണായിട്ടുള്ള ബി.ജെ.പിക്കുള്ള സ്ഥാനമാണ്. പക്ഷെ പാലക്കാട് ഒരു ഇത്ര വലിയ ഘടകമല്ല. 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും 2026 നിയമസഭാ ഇലക്ഷൻ സുഖമായിട്ട് പിടിച്ചു കയറാം. ഇത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി കെ സുരേന്ദ്രനെ പോലെയുള്ള നേതൃത്വം അദ്ദേഹം ഒന്നില്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കണം, ഒന്നില്ലെങ്കിൽ മാറിക്കൊടുക്കണം. എനിക്ക് കുറേ വ്യക്തിപരമായിട്ടുള്ള മെസ്സേജുകൾ വന്നു. എന്തുകൊണ്ട് ശോഭ സുരേന്ദ്രൻ, ഓൺലൈനിലും അത് പടരുന്നുണ്ട്. ശോഭ സുരേന്ദ്രൻ ചിലപ്പോൾ ഒരു സ്ത്രീയാണ്, വളരെ
നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. നിങ്ങൾ തമ്മിൽ വിരോധങ്ങൾ ഉണ്ടാകാം, പാർട്ടിക്കുള്ളിൽ പടലപ്പിണക്കങ്ങൾ, അതെല്ലാ പാർട്ടിയിലും പടലപ്പിണക്കങ്ങളുണ്ട്. അത് വ്യക്തമായിട്ട് അത് ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. AK ആന്റണിയും K കരുണാകരനും നേർക്കുനേര് എന്നും യുദ്ധമായിരിക്കും. പക്ഷെ ഇലക്ഷൻ്റെ 6 മാസം മുമ്പ് ഞങ്ങൾ ഐക്യമാണ്, ഒന്നാണെന്ന് പറഞ്ഞു വരും. അത് ചെയ്യാനായിട്ടുള്ള ആർജവം കാണിക്കണം. അത് നിങ്ങൾക്ക് ചരിത്രത്തിൽ നിന്നും നിങ്ങൾക്ക് പഠിക്കാവുന്ന ഒരു ഘടകമാണ്. K കരുണാകരനും AK ആന്റണിയും എന്തായിരുന്നു, അവരെത്ര മാത്രം കോൺഗ്രസിനുള്ളിൽ കിടന്ന് മത്സരിച്ചിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയായിരുന്നു. ശോഭാ സുരേന്ദ്രൻ ഒരു തീപ്പൊരി നേതാവാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സീനിയറിറ്റി എന്ന നിലയിൽ K സുരേന്ദ്രന് ഒരു ഗവർണർ സ്ഥാനം, അതാണ് BJP കൊടുത്തിരിക്കുന്നത്. കുമ്മനം രാജശേഖരന് കൊടുത്തു, P ശ്രീധരൻപിള്ള ഒരു ഗവർണർ സ്ഥാനം, അല്ലെങ്കിൽ കാരണം നമുക്ക് സീനിയർ നേതാക്കളെ തള്ളിക്കളയാൻ പറ്റില്ല. അപ്പം അദ്ദേഹത്തിന് ഒരു സ്ഥാനം കൊടുത്ത്, അതല്ലെങ്കിൽ എന്തെങ്കിലും ഇത് കൊടുത്ത് അദ്ദേഹത്തിന് വാഴിക്കണമായിരുന്നു. മറ്റുള്ളവർക്ക് മാറിക്കൊടുക്കുക. അതല്ല, അദ്ദേഹത്തിൻ്റെ നേതൃത്വ പാഠം ഉണ്ടെങ്കിൽ എല്ലാവരും അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരക്കണം. ഈവൻ ക്രിസ്ത്യൻ വോട്ടുകൾ നിങ്ങളുടെ പിന്നിൽ അണിനിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ഇന്നും ജാതിയോ ഈതിയോ പറഞ്ഞ് നിൽക്കരുത്? നിങ്ങൾ ഒരുമിച്ച് വരണം. BJPക്ക് ഒരുമിച്ച് 75% വോട്ട് കേരളത്തിൽ കിട്ടും. 75%-ലെ ഹൈന്ദവ ക്രൈസ്തവ മണ്ടന്മാരായ ഒരു 15-20 നിങ്ങൾ നേതൃത്വം കൊടുത്താൽ ഒരു 50% നിങ്ങൾക്ക് കിട്ടും. 50% കിട്ടിയ കേരള ഭരണം നിങ്ങളുടെ കയ്യിലിരിക്കും. മണ്ടന്മാരായ ഹൈന്ദവരും ക്രൈസ്തവരും പോട്ടെ, ബാക്കിയുള്ളത് നിങ്ങൾക്ക് കിട്ടും. റാഫേൽ തട്ടിൽ പിതാവ് ഇത്ര ഉച്ചത്തിൽ നിങ്ങളോട് പറഞ്ഞു ആ ഇടതിനും വലതിനും വോട്ട് ചെയ്യണ്ടെന്ന്. അതിൻ്റെ നേതൃത്വത്തിൽ വേറെ ആരും മാറി നിൽക്കില്ല. വേറെ തെക്കോട്ട് പോയാൽ വിഭാഗങ്ങൾ പോലും, ക്രൈസ്തവ വിഭാഗങ്ങൾ പോലും അവരുടെ കൂടെ നിൽക്കും. പാലക്കാട് പോട്ടെ, പാലക്കാട് 10,000-15,000 വോട്ടുള്ളൂ. ഇനി വരുന്ന ഇലക്ഷനിൽ നിങ്ങൾക്ക് നിൽക്കണമെങ്കിൽ, തദ്ദേശ സ്വയംഭരണത്തിലും നിയമസഭയിലും പിടിക്കണമെങ്കിൽ നേതൃത്വം വേണം. നേതൃത്വം നിന്ന് പല മണ്ഡലങ്ങളിലും ആ ചെറിയ ക്രൈസ്തവ വോട്ട് മാറ്റം വരുത്തും. പ്രത്യേകിച്ച് തെക്ക് വയനാട് മാറ്റം വരുത്താൻ പറ്റും. കണ്ണൂര്, ഇരിട്ടി, എവിടെയൊക്കെ കാസർഗോഡ് ജില്ല വരെ ക്രൈസ്തവ കോട്ടകളുണ്ട്. അവിടെയൊക്കെ പാമ്പളാനി പിതാവ്, റാഫേൽ തട്ടിൽ പിതാവ്, തെക്കോട്ട് പോയ പെന്തക്കോസ്ത വിഭാഗങ്ങൾ, മറ്റു വിഭാഗങ്ങൾ എല്ലാം ഒരുമിച്ച് BJPയുടെ പിന്നിൽ അണിനിരക്കാൻ തയ്യാറാണ്. പക്ഷെ നേതൃത്വം കൊടുക്കാൻ BJPയിൽ ആളില്ല. ശോഭാ സുരേന്ദ്രനെ കൊണ്ടുവരണമെന്ന് ജനങ്ങൾ പറയുകയാണെങ്കിൽ അങ്ങനെ കൊണ്ടുപോവുക. സുരേന്ദ്രനെ വെറുതെ ഒഴിവാക്കല്ല, K സുരേന്ദ്രന് തക്കതായ സ്ഥാനം കൊടുക്ക്. എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് ഇരുന്ന് നിങ്ങൾ ചർച്ച ചെയ്യും. വ്യക്തിവൈരാഗ്യങ്ങളും പടലപ്പിണക്കങ്ങളും ഉണ്ടാവും. ഇനി വിഷയങ്ങളിൽ കഴിഞ്ഞിട്ടാണോ? എത്രമാത്രം വിഷയങ്ങൾ നിങ്ങൾക്ക് പറയാൻ ഭയമായിട്ടാണോ, അതോ ആരുടെയെങ്കിലും കാശ് വാങ്ങിയിട്ടാണോ? ഞാൻ ഇന്നലെ ഞാനൊരു ചെറിയ യൂട്യൂബറാണ്, ഒരു ചെറിയ വിഷയം ചെയ്തു. ഗ്യാൻ വാപ്പി മസ്ജിദ് വിഷയം, ശിവക്ഷേത്രം. സാദിഖ് അലി തങ്ങൾ പറഞ്ഞു, ഇവിടെ ടർക്കിയിൽ ഇവിടെയുള്ള ഹാഗിയ സോഫിയ പള്ളി മുസ്ലിമുകൾ പിടിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചന്ദ്രികയിൽ എഴുതി ബലേബേഷ് നന്നായി, അത് മുസ്ലിമിന് കൊടുത്തത് നന്നായി. ക്രൈസ്തവ പള്ളി തുർക്കിയിൽ പിടിച്ചപ്പോൾ സാദിഖ് അലി തങ്ങൾക്ക് എന്തിന് ഇത്ര സന്തോഷം വന്നു? ചന്ദ്രികയിൽ എഴുതി, കേരളത്തിൽ എഴുതി. അതുപോലെ നിങ്ങൾക്ക് തിരിച്ചു നോക്കിയാം, എന്തുകൊണ്ട് ഗ്യാൻ വാപ്പി ശിവക്ഷേത്രം ഹിന്ദുക്കൾക്ക് കിട്ടിക്കൂടാ എന്ന് വിഷയമാണ്. ഇനി ഇപ്പം നിങ്ങളുടെ നേതാക്കന്മാർ ചിലപ്പോൾ ഇടതുപക്ഷത്തിന്റെ കയ്യിൽ ഇവിടെ ഭരണം ഇരിക്കുന്ന സാഹചര്യത്തിൽ ചിലപ്പോൾ ഒരു പക്ഷം നിങ്ങളെ പൂട്ടിയിരിക്കാം. കൊടകര കുഴൽപ്പണക്കേസ്, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പണത്തിന്റെ കേസ് എന്നൊക്കെ പറഞ്ഞ് അവർ രാഷ്ട്രീയം കളിക്കാം. അപ്പം നിങ്ങൾ കേന്ദ്രത്തിൽ പോയി പറയണം, വീണ വിജയനെ പൂട്ടണമെന്ന് പറയണം. അവിടുന്ന് അങ്ങനെ രാഷ്ട്രീയം അങ്ങനെ കളിക്കുമ്പോൾ അങ്ങനെ തിരിച്ചു കളിക്കണം. അങ്ങനെ തിരിച്ചു കളിച്ച് ശക്തിയോടെയും ഒരു വിഷയത്തോടെയും കൊണ്ടുവന്നിട്ട് വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്ന് പ്രസംഗിക്കാനുള്ള നേതാക്കന്മാർ. ശോഭാ സുരേന്ദ്രൻ അതിനുള്ള കഴിവുണ്ട്, സ്ത്രീയാണ്. ഇന്ന് തുടങ്ങിയാൽ നിങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണം 2025 അടുത്ത വർഷം, 2026 നിയമസഭ, ഇതൊക്കെ എളുപ്പമായിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുകയാണ്. പിന്നെ അപ്പുറത്തുള്ളവരോട് വ്യക്തമായിട്ട് നിങ്ങൾ ധാരണകളിൽ, ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ പോലെ EP ജയരാജൻ വരാൻ തയ്യാറാണ്. ഇപ്പോൾ ചോദിക്കണം, വരാണെങ്കിൽ ഇപ്പോൾ വരെ, പിന്നെ വേണ്ട, ഇപ്പോൾ വരണം. അദ്ദേഹത്തിൻ്റെ പുസ്തകം എഴുതി ഒരു പക്ഷേ അദ്ദേഹം വരുമെന്നാണ് നമ്മുടെ സാഹചര്യം മനസ്സിലാക്കുന്നത്. പിന്നെ മാധ്യമങ്ങൾ നിങ്ങളെ ചവിട്ടും. മാധ്യമങ്ങൾ ഇന്ന് ആവശ്യമില്ല. മാധ്യമങ്ങളെക്കാളും കൂടുതൽ യൂട്യൂബേഴ്സ് ഇരുന്ന് സത്യം വിളിച്ചു പറയുന്ന ആൾക്കാരുണ്ട്. അവരെ വർഗീയവാദികൾ പണ്ടൊക്കെ ഇരുന്നായിരുന്നു, വർഗീയവാദി അയ്യോ മതേതരവാദിയല്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റിയിരുന്നത്. കാലം കഴിഞ്ഞു പോയി. മാധ്യമങ്ങൾ വിചാരിച്ചാലൊന്നും ഒന്നും നടക്കില്ല. ശ്രീകണ്ഠൻ നായരോ ഡോക്ടർ അരുൺ കുമാറോ മാമൻ മാപ്പിളയോ ആരും വിചാരിച്ചാൽ നടക്കില്ല. ജനങ്ങൾ പറയണം. അപ്പുറത്തുനിന്ന് പറയുന്നവരുണ്ട്, ആരിഫ് ഹുസൈൻ, ജാമീദ ടീച്ചർ, ഹമീദ് ചേന്ദമംഗലം. എല്ലാവർക്കും പ്രോത്സാഹനം എടുത്ത് ഒത്തൊരുമിച്ചൊരു പ്രവർത്തിക്കുന്ന ഒരു മെഷീനറി കൊണ്ടുവന്ന് പ്രവർത്തിക്കണം. ഗ്യാൻ വാപ്പി ശിവക്ഷേത്രം കേരളത്തിലെ ലീഗിന്റെ സാദിഖ് അലി തങ്ങൾ ഹിന്ദുക്കൾക്ക് കൊടുക്കാൻ പറയാൻ ആഹ്വാനം കൊടുക്കണം. അതൊറ്റ വിഷയം മതി കേരളം സൗത്ത് ഇന്ത്യയും പിടിക്കാനായിട്ട്. രാഷ്ട്രീയം അവർ കളിക്കുന്നതിലും നന്നായിട്ട് കളിക്കാൻ പഠിക്കണം.
കളിക്കാൻ നേതൃത്വം വേണം, ധൈര്യമുള്ള നേതൃത്വം, ഭയപ്പെടരുത്. പണം വാങ്ങാത്തവർ വേണം. പണം എല്ലാ രാഷ്ട്രീയ നേതാക്കളും പണം വാങ്ങും. പണം വാങ്ങിയാണ് അവരൊക്കെ ജീവിക്കുന്നത്. പണം അവിടെ ഇവിടെയൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു നേതാവിന് വന്നു കഴിഞ്ഞാൽ പറയും, അമ്മ അവിടുത്തെ ഫോൺ ചോർത്തി 10 ലക്ഷം വാങ്ങി 15 ലക്ഷം വാങ്ങിയ കഥയുണ്ട്. അത് ഇപ്പുറത്തോളം ഒരു കോടികൾ വാങ്ങിയിട്ടുണ്ട്. അത് വിളിച്ചു പറയണം. നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ നിങ്ങൾ പേടിപ്പിക്കണം. കാരണം നിങ്ങൾക്ക് കേന്ദ്രത്തിൽ ഭരണമുണ്ട്. ഇന്നലെ മഹാരാഷ്ട്ര പിടിച്ചു, എത്ര ഭംഗിയായിട്ട് പിടിച്ചു. കേന്ദ്ര നേതൃത്വത്തോട് പറയണം സഹായം വേണമെന്ന്. BJP ഒരുമിച്ച് വരണം. ഒരുമിച്ച് വന്ന് പുഴുക്കുത്തുകൾ സന്ദീപ് വാര്യർ പോട്ടെ, ആ സഹോദരന് ഒരു ക്ഷമയില്ല. എന്നിട്ട് നേരെ പോയി സാദിഖ് അലി തങ്ങളുടെ അവിടെ പാണക്കാട് പോയി കാൽമ വീണു. കോൺഗ്രസ് ഇപ്പൊ കാണിക്കുന്നതൊന്നും വെറും പാലക്കാട് മണ്ഡലത്തിലാണ്. ഇതൊരു അവസാനമല്ല എന്ന് BJPയുടെ കേരള നേതൃത്വം മനസ്സിലാക്കണം. വ്യക്തികളല്ല പ്രസ്ഥാനമാണെന്ന് മനസ്സിലാക്കണം. മാറിക്കൊടുക്കണം. ശോഭാ സുരേന്ദ്രനെങ്കിൽ ശോഭാ സുരേന്ദ്രൻ, അണിനിരക്കണം. വിഭാഗീയത മാറ്റിവെക്കണം. നിങ്ങൾക്ക് സുഖമായിട്ട് ഭരണത്തിൽ വരാം.